തൃശ്ശൂരിൽ ജെയ്സൺ ചാമളപ്പിൽ ഗുഡ് ഈവനിങ്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും പലയിടങ്ങളിലും പവർ കട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മഴ പെയ്ത് വൈദ്യുത പോസ്റ്റുകളിലൊക്കെ മരങ്ങളൊക്കെ വീണിട്ടൊക്കെ ഉണ്ടോ? എന്താണ് ജില്ലയിലെ സാഹചര്യം ഇപ്പോൾ? ഗുഡ് ഈവനിങ് സുജയ. തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് പുലർച്ചെ വരെ ശക്തമായ ഒരു മഴയുണ്ടായിരുന്നു. അതിനുശേഷം മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ മന്ത്രി രാജൻ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇന്നലെയാണ് ഒരു ക്രൂഷ്യൽ ഡേ എന്ന് പറയുന്നത്. അതിനുശേഷം മഴയ്ക്കൊരു ശമനം വരും. പക്ഷേ ഇന്ന് വീണ്ടും മന്ത്രി പറഞ്ഞിരിക്കുന്നത് 29, 30 തീയതികളിൽ വീണ്ടും മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ പ്രധാനമായും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മഴ കാര്യമായി കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇടവിട്ട് പെയ്യുന്ന മഴയിൽ അതിശക്തമായ കാറ്റ് കൂടി ഉണ്ടാവുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി ഇടങ്ങളിൽ കഴിഞ്ഞ 2 ദിവസത്തിലധികമായി വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ്. 40ഉം 45ഉം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് പിന്നീട് അത് ഓരോന്നും റിപ്പയർ ചെയ്യുന്ന പണിയിലേക്ക് KCB കടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നിരവധി ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കാറ്റ് അതിശക്തമായി വരുന്നത് കൊണ്ട് തന്നെ പല വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്നു. വടക്കാഞ്ചേരി, ഏങ്കക്കാട്, അതുപോലെ ചാലക്കുടി, അത് മണലൂർ എന്നീ മേഖലകളിലെല്ലാം തന്നെ പല വീടുകളുടെ മുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് ഭാഗികമായും പൂർണ്ണമായും തകരുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ മഴ ഇപ്പോൾ പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ്. ഇടയ്ക്ക് വെയിൽ വരും, പിന്നീട് വലിയ കാറ്റോടുകൂടി വലിയ ശക്തമായ മഴ വരും, പിന്നീട് തിരിച്ചു പോകും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നില. ഇത് നാളെയും തുടരുമെന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്ന വിവരം കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമാണ് എന്നതാണ്. 250 ക്യുമെക്സ് ജലം ഉടൻ പുറത്തേക്ക് ഒഴുക്കും. നിലവിൽ 210 ക്യുമെക്സ് ജലമാണ് ഷട്ടറുകൾ വഴി പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് പെരിയാറിന്റെയും മുതിരപ്പുഴയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണം. പെരിയാർ, മുതിരപ്പുഴയാർ ഈ 2 നദികളുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ഇനി കടലാക്രമണത്തിന്റെ വിവരങ്ങളിലേക്ക് കൂടി പോകണം. ലബി സജിന്ദ്രൻ, ഗുഡ് ഈവനിങ്. കണ്ണമാലിയിലൊക്കെ നമ്മുടെ സജോ രാവിലെ കടൽക്ഷോഭം, കടൽ കയറി വരുന്നതൊക്കെ പ്രേക്ഷകരെ കാട്ടിക്കൊടുത്തിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ പ്രത്യേകിച്ചും തീരമേഖലകളിലൊക്കെയുള്ള മഴയുടെ സാഹചര്യം? കടലാക്രമണം ഇപ്പോഴും രൂക്ഷമാണോ കണ്ണമാലി അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ? തീർച്ചയായും സുജയ, തീരദേശ മേഖലയാകെ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ആശങ്കയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ജില്ലകളിലൊന്നാണ് എറണാകുളം. എറണാകുളത്തിന്റെ തെക്കൻ അറ്റം മുതൽ വടക്കേ അറ്റം വരെ എല്ലാ ഭാഗങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. പല ഭാഗത്തും കടൽഭിത്തി തകർന്നിരിക്കുകയാണ്. അതിന്റെ പ്രതിസന്ധി മുഴുവൻ ഈ ഭാഗത്തുണ്ട്. കണ്ണമാലി മേഖലയിലെല്ലാം കടൽഭിത്തി തകർന്ന നിലയിലായതിനാൽ വെള്ളം ഇരച്ചു കയറുകയാണ്. കണ്ണമാലിയിലെ 100 കണക്കിന് വീടുകളിലേക്കാണ് വെള്ളം കയറിയിരിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിലും ഇതേപോലെ തന്നെ മഴക്കെടുതിയുണ്ട്. കോതമംഗലത്ത് പല ഭാഗങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരം വീണിരിക്കുന്നു. പല ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. മൂവാറ്റുപുഴയുടെ പല ഭാഗങ്ങൾ, കോതമംഗലത്തിന്റെ കിഴക്കൻ മേഖലകൾ, ഈ ഭാഗങ്ങളിലെല്ലാം വലിയ മഴക്കെടുതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഡാമിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതുകൊണ്ട് തന്നെ ഇരുകരകളിലുമുള്ളവർ വളരെ ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 360ഓളം ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഏത് സമയവും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള തയ്യാറെടുപ്പെല്ലാം ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. തീരദേശ മേഖലയിൽ മാത്രം 25ഓളം ക്യാമ്പുകൾ സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി വീടുകൾക്ക് 51ഓളം വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. അല്പം മുമ്പ് പട്ടിമറ്റത്ത് മരം വീണ വൈദ്യുത കമ്പിയിലേക്ക് വീണു. അവിടെ വൈദ്യുതി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും മരം വീണ് അത് ആശങ്ക പടർത്തുന്നുണ്ട്. ഗതാഗതം തടസ്സപ്പെടുത്തുന്നുണ്ട്. വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നുണ്ട്. ഇടവിട്ടുള്ള ഒരു തെളിച്ചം ഇന്ന് കാണുന്നുണ്ട്. പക്ഷേ അന്തരീക്ഷം പെട്ടെന്നാണ് സുജയ മാറി മറിയുന്നത്. ഇപ്പോൾ അല്പസമയമായി മഴ മാറി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വലിയ മഴയിലേക്ക് പോകും. വലിയ ഇരച്ച മഴ എത്തുകയാണ്. ഈ മഴ നമുക്ക് മുന്നോട്ട് പോകാം. കൊച്ചിയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ മഴക്കെടുതി രൂക്ഷമാകുന്നത്. കനത്ത മഴയാണ് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും. അപ്പോൾ ജില്ലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക.